ഒരു ചെറിയ ഗ്രാമത്തിലാണ് കാജൽ എന്ന പെൺകുട്ടി ജനിച്ചതും വളർന്നതും. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യരുമുള്ള ആ ഗ്രാമത്തിൽ അവൾ തന്റെ മാതാപിതാക്കൾക്കൊപ്പം വളരെ സാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവളുടെ ജീവിതം മറ്റുള്ള കുട്ടികളെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. കുട്ടിക്കാലത്ത് ഗ്രാമത്തിൽ വെച്ചുണ്ടായ ഒരു ദാരുണമായ ട്രാക്ടർ അപകടത്തിൽ അവൾക്ക് തന്റെ ഒരു കാല് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. ഒരു നിമിഷത്തെ ആ ദുരന്തം അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു കളഞ്ഞു. അന്ന് മുതൽ അവളുടെ ലോകം വീൽചെയറിന്റെ സഹായത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈത്താങ്ങിലോ മാത്രമായി ചുരുങ്ങി. സ്വന്തം ശരീരത്തിനുണ്ടായ ഈ വലിയ കുറവ് ഏതൊരു സാധാരണ മനുഷ്യനെയും മാനസികമായി തളർത്തും. എന്നാൽ കാജൽ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു. അവൾ ഒരിക്കലും സ്വന്തം വിധിയെ ഓർത്ത് സ്വയം കുറ്റം പറയുകയോ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന് സങ്കടപ്പെടുകയോ ചെയ്തിരുന്നില്ല. ദൈവം തനിക്ക് നൽകിയ ജീവിതത്തെ അതേപടി സ്വീകരിക്കാൻ അവൾ പഠിച്ചു. രൂപത്തിൽ അവൾ അതീവ സുന്ദരിയും ഉള്ളിൽ പവിത്രമായ മനസ്സുള്ളവളുമായിരുന്നു. വലിയ ആഗ്രഹങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത തികച്ചും ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. ഗ്രാമത്തിലെ ചെറിയ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉയർന്ന പഠനത്തിനായി നഗരത്തിലെ വലിയ കോളേജിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്ന കാജലിന് വിദ്യാഭ്യാസം നേടുക എന്നത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, മറിച്ച് തന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മാറ്റാനുള്ള ഒരേയൊരു മാർഗം കൂടിയായിരുന്നു. ദിവസവും രാവിലെ വളരെ കഷ്ടപ്പെട്ടാണ് അവൾ കോളേജിലേക്ക് പുറപ്പെട്ടിരുന്നത്. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷ കൃത്യസമയത്ത് പിടിച്ച് അതിലെ തിരക്കുകൾക്കിടയിൽ തന്റെ വടിയും പുസ്തകങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ യാത്ര ചെയ്യും. നഗരത്തിലെ ആ വലിയ കോളേജിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. പലരും വലിയ പണക്കാരുടെ മക്കളും ആധുനിക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുമാണ്. ഈ വലിയ കൂട്ടത്തിനിടയിലേക്ക് വളരെ സാധാരണമായ ചുരിദാർ ധരിച്ച് വടിയുടെ സഹായത്തോടെ പതുക്കെ പതുക്കെ നടന്നു വരുന്ന കാജൽ എപ്പോഴും ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. കോളേജിലെ ഭൂരിഭാഗം കുട്ടികളും അവളെ ഒരു വിചിത്ര ജീവിയെ പോലെയാണ് നോക്കിയിരുന്നത്. അവൾ നടന്നു പോകുമ്പോൾ ചിലർ സഹതാപത്തോടെ നോക്കി നെടുവീർപ്പിടും. എന്നാൽ മറ്റു ചില ക്രൂര മനസ്സുള്ളവർ അവളുടെ വൈകല്യത്തെയും നടപ്പിനെയും നോക്കി പിന്നിൽ നിന്ന് ഉറക്കെ പരിഹസിച്ച് ചിരിക്കും. ഈ കുത്തുവാക്കുകളും കളിയാക്കലുകളും കാജലിന്റെ കാതുകളിൽ എപ്പോഴും കേൾക്കാം. എങ്കിലും അവൾ തന്റെ തല താഴ്ത്തിപ്പിടിച്ച് ആരോടും ഒന്നും പ്രതികരിക്കാതെ പതുക്കെ കോളേജിലെ പടവുകൾ കയറി ക്ലാസ് മുറിയിലേക്ക് നടക്കും. തനിക്കെതിരെ ഉയർന്ന പരിഹാസങ്ങൾ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താൻ അവൾ അനുവദിച്ചില്ല. ആരോടും അധികം സംസാരിക്കാൻ നിൽക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് കോളേജിൽ കൂട്ടുകാർ വളരെ കുറവായിരുന്നു. ഒന്നോ രണ്ടോ പെൺകുട്ടികൾ മാത്രമാണ് അവളോട് നന്നായി സംസാരിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് അവൾ വെറുമൊരു അനുകമ്പ അർഹിക്കുന്ന വികലാംഗയായ പെൺകുട്ടി മാത്രമായിരുന്നു. ക്ലാസ് മുറിയിൽ എത്തിയാൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കുറിച്ചെടുക്കുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. ഉച്ച സമയങ്ങളിൽ കുട്ടികളെല്ലാവരും ക്യാൻറ്റീനിൽ പോയി ആഹാരം കഴിക്കുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുമ്പോൾ കാജൽ ക്ലാസ് മുറിയിലെ ഒരു കോണിലിരുന്ന് താൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം തനിയെ കഴിക്കും. ക്ലാസുകൾ കഴിഞ്ഞാൽ ഒട്ടും സമയം കളയാതെ അവൾ തന്റെ പുസ്തകങ്ങൾ ബാഗിലാക്കി നേരെ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കും. ആളുകളുടെ നോട്ടവും ഒറ്റപ്പെടുത്തലും അവൾക്ക് സ്ഥിരം കാഴ്ചയായി. ഉള്ളിൽ വലിയ സങ്കടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ അതെല്ലാം തന്റെ മനോഹരമായ പുഞ്ചിരിക്കു പിന്നിൽ ഒളിപ്പിച്ചു വെച്ചു. തന്റെ അധ്വാനത്തിലൂടെ ഒരു ദിവസം ഈ ലോകം തന്നെ ബഹുമാനത്തോടെ നോക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷ മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ കോളേജിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായി. പുതിയ സെക്ഷൻ ആരംഭിച്ചതിനാൽ ക്യാമ്പസ് മുഴുവൻ വലിയ തിരക്കിലും ബഹളത്തിലുമായിരുന്നു. എവിടെ നോക്കിയാലും വിദ്യാർത്ഥികളുടെ കൂട്ടമായിരുന്നു. നീണ്ട അവധിക്കാലത്തിനു ശേഷം തിരിച്ചെത്തിയ പഴയ കൂട്ടുകാർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതിന്റെയും പുതിയ ക്ലാസുകളെയും നോട്ട്സുകളെയും കുറിച്ച് സംസാരിക്കുന്നതിന്റെയും തിരക്കിലായിരുന്നു. ചിലർ കോളേജ് കോമ്പൗണ്ടിൽ വെറുതെ നടന്ന് സംസാരിക്കുന്നു. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിലേക്കാണ് കോളേജിലെ എല്ലാവർക്കും വളരെ പരിചിതമായ തിളങ്ങുന്ന ആ കറുത്ത ആഡംബര സ്പോർട്സ് ബൈക്ക് കടന്നു വരുന്നത്. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വരാന്തയിൽ നിന്ന് പലരുടെയും ശ്രദ്ധ ഗേറ്റിലേക്ക് തിരിഞ്ഞു. ബൈക്കിൽ നിന്നും ഇറങ്ങിയത് നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ ഏക മകനായ അഭിഷേക് ആയിരുന്നു. കോളേജിലെ ഏറ്റവും ജനപ്രിയനായ വിദ്യാർത്ഥിയായിരുന്നു അവൻ. പഠിക്കാൻ അതീവ മിടുക്കൻ, അധ്യാപകരോടും കൂട്ടുകാരോടും വളരെ മാന്യമായി സംസാരിക്കാൻ അറിയാവുന്നവൻ, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, അതിലുപരി ആവശ്യത്തിലധികം പണവും ആഡംബരവും ഉള്ളവൻ. അവന് ജീവിതത്തിൽ ഒരു കാര്യത്തിനും കുറവുണ്ടായിരുന്നില്ല. കോളേജിലെ ഭൂരിഭാഗം പെൺകുട്ടികൾ
പെൺകുട്ടികളും അവനുമായി എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാനും അവനുമായി ഒരു ചെറിയ സൗഹൃദമെങ്കിലും സ്ഥാപിക്കാനും ആഗ്രഹിച്ച് നടന്നിരുന്നു. പെൺകുട്ടികൾ തനിക്ക് നൽകുന്ന ഈ വലിയ ശ്രദ്ധ അവന് നന്നായി അറിയാം. എന്നാലും അഭിഷേക് ആരോടും അത്ര വലിയ അടുപ്പമോ താല്പര്യമോ കാണിച്ചിരുന്നില്ല. അവൻ തന്റെ പഠനത്തിലും സ്വന്തം ലോകത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അന്ന് ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ബാഗ് തോളിലിട്ട് അഭിഷേക് പതുക്കെ കോളേജ് ഗേറ്റിന് നേരെ നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് മുന്നിൽ നിന്നും പതുക്കെ നടന്നു വരുന്ന കാജലിനെ അവൻ അപ്രതീക്ഷിതമായി ശ്രദ്ധിക്കുന്നത്. കാജൽ പതിവ് പോലെ തന്റെ ഒരു കൈയിൽ വടിയും മറു കൈയിൽ കനമുള്ള ഒരു കോളേജ് ബാഗും പിടിച്ച് വിയർത്തൊലിച്ച് വരികയായിരുന്നു. തലേ ദിവസം പെയ്ത മഴ കാരണം നിലത്ത് മൊത്തം വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വഴുതി വീഴാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് അവൾ ചുവടുകൾ വെച്ചിരുന്നത്. പെട്ടെന്ന് കാജലിന്റെ കയ്യിൽ നിന്നും ബാഗിന്റെ സിബ് അഴിഞ്ഞു പോവുകയും ബാലൻസ് തെറ്റി ബാഗ് താഴേക്ക് വീഴുകയും ചെയ്തു. ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അവളുടെ നോട്ട് പുസ്തകങ്ങളും പ്രധാനപ്പെട്ട പേപ്പറുകളും നിലത്തുണ്ടായിരുന്ന ചളിയിലേക്ക് വീണു. ഈ സന്ദർഭത്തിൽ കോളേജ് ഗേറ്റിന് ചുറ്റും ഒരുപാട് വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളെ ഒന്ന് സഹായിക്കാനോ ആ പുസ്തകങ്ങൾ എടുത്ത് നൽകാനോ ആരും മുന്നോട്ട് വന്നില്ല. ചിലർ അത് കണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു. മറ്റു ചിലരാകട്ടെ അവളുടെ ഈ അവസ്ഥ കണ്ട് പരസ്പരം നോക്കി പിന്നിൽ നിന്ന് പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. കാജൽ വലിയ മാനസിക വിഷമത്തോടെയും ലജ്ജയോടെയും നിലത്തിരുന്ന് പുസ്തകങ്ങൾ തനിയെ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ കാഴ്ച കണ്ടുനിന്ന അഭിഷേകിന് അവിടെ വെറുതെ നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വേഗത്തിൽ കാജലിന്റെ അടുത്തേക്ക് നടന്നു വന്നു. കോളേജിലെ ഏറ്റവും വലിയ പണക്കാരനായ ആരെയും ഗൗനിക്കാത്ത അഭിഷേക് പെട്ടെന്ന് ഒരു വികലാംഗയായ പെൺകുട്ടിയുടെ മുന്നിൽ നിലത്തിരുന്ന് അവളുടെ പുസ്തകങ്ങൾ ഓരോന്നായി കൈകളിൽ എടുക്കാൻ തുടങ്ങി. അഭിഷേകിനെ പെട്ടെന്ന് തന്റെ മുന്നിൽ കണ്ട കാജൽ ഭയന്നുപോയി. അവൾ പരിഭ്രമത്തോടെ വളരെ പതുങ്ങിയ സ്വരത്തിൽ അവനോട് പറഞ്ഞു, "വേണ്ട, അത് വിട്ടേക്കൂ, ഞാൻ തനിയെ എടുത്തോളാം." എന്നാൽ അഭിഷേക് അവളുടെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കാതെ യാതൊരു മടിയും കൂടാതെ അവളുടെ പുസ്തകങ്ങളിലെ പൊടിയും വെള്ളവും തുടച്ച് വളരെ വൃത്തിയായി ബാഗിനുള്ളിലേക്ക് എടുത്തുവെച്ചു. ചുറ്റും നിന്ന വിദ്യാർത്ഥികൾ അവിശ്വസനീയതയോടെയാണ് ഈ ദൃശ്യം നോക്കി നിന്നത്. ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പുസ്തകങ്ങളെല്ലാം ബാഗിലാക്കിയ ശേഷം അഭിഷേക് എഴുന്നേറ്റ് നിന്ന് ബാഗ് അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് വളരെ ശാന്തമായി അവളോട് ചോദിച്ചു, "നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, വരൂ, ഞാൻ നിന്നെ ക്ലാസ് മുറി വരെ കൊണ്ടുവിടാം." കാജൽ പെട്ടെന്ന് ഭയത്തോടെ മറുപടി പറഞ്ഞു, "വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം." മറ്റുള്ളവരുടെ നോട്ടവും പരിഹാസവും അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ അഭിഷേക് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവളുടെ ബാഗും വാങ്ങി അവളോടൊപ്പം പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കാജലിന്റെ വേഗതക്കനുസരിച്ച് അവനും തന്റെ നടത്തത്തിന്റെ വേഗത കുറച്ചു. കോളേജ് ചരിത്രത്തിൽ ആദ്യമായി അഹങ്കാരമില്ലാത്ത ആ ധനികനായ ചെറുപ്പക്കാരൻ ഒരു സാധാരണ പെൺകുട്ടിയോടൊപ്പം പതുക്കെ നടന്നു നീങ്ങുന്നത് കണ്ട് ക്യാമ്പസ് ഒന്നടക്കം സ്തബ്ധരായി നിന്നു. അഭിഷേകും കാജലും ഒരുമിച്ച് വരാന്തയിലൂടെ പതുക്കെ നടന്നു നീങ്ങുന്ന കാഴ്ച കോളേജിലെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ നെട്ടൽ ചെറുതൊന്നുമായിരുന്നില്ല. കോളേജ് ഗേറ്റ് മുതൽ ക്ലാസ് മുറി വരെയുള്ള ആ ചെറിയ ദൂരം പിന്നിടുമ്പോൾ വഴിയിലുടനീളം നൂറുകണക്കിന് കണ്ണുകൾ തങ്ങളെ തന്നെയാണ് ഉറ്റുനോക്കുന്നതെന്ന് കാജലിന് മനസ്സിലായി. അവൾ നാണക്കേടും പരിഭ്രമവും കാരണം തല താഴ്ത്തിയാണ് ചുവടുകൾ വെച്ചത്. എന്നാൽ അഭിഷേകിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ തികച്ചും ശാന്തനായി അവൾക്ക് കൂട്ടുപോയി. കാജലിനെ ക്ലാസ് മുറിയിൽ സുരക്ഷിതമായി എത്തിച്ച ശേഷം അഭിഷേക് തന്റെ ക്ലാസ്സിലേക്ക് മടങ്ങി. എന്നാൽ അതോടെ കോളേജിൽ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമായി കഴിഞ്ഞിരുന്നു. ക്ലാസ് മുറികളിലും വരാന്തകളിലും ക്യാന്റീനിലും കോളേജിന് പുറത്തുള്ള ചായക്കടകളിൽ പോലും കുട്ടികൾക്കിടയിലെ പ്രധാന വിഷയം ഇവരായിരുന്നു. അഭിഷേകിന് എന്താണ് പറ്റിയത്? അവൻ എന്തിനാണ് ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നത്? ഇത് വെറുതെ തമാശക്കാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്നിങ്ങനെ പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ കുട്ടികൾക്കിടയിൽ പടർന്നു പിടിച്ചു. ചില ആൺകുട്ടികൾ ഇത് വലിയൊരു തമാശയായി കണ്ട് ചിരിച്ചപ്പോൾ പല പെൺകുട്ടികൾക്കും അഭിഷേക് കാജലിന് നൽകിയ പരിഗണന ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതേ കോളേജിൽ പഠിക്കുന്ന അതീവ സുന്ദരിയും ഫാഷനിസ്റ്റുമായ പെൺകുട്ടിയായിരുന്നു നേഹ. നഗരത്തിലെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമായ അവൾക്ക് തന്റെ സൗന്ദര്യത്തിലും പണത്തിലും അതിരുകടന്ന അഹങ്കാരമായിരുന്നു. കോളേജിലെ എല്ലാ ആൺകുട്ടികളും തന്റെ ഒരു നോട്ടത്തിനായി കാത്തു നിൽക്കണമെന്നും തനിക്ക് ചുറ്റും വട്ടം ചുറ്റണമെന്നുമായിരുന്നു നേഹയുടെ വിചാരം. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതു ചടങ്ങിൽ വെച്ച് അഭിഷേക് നേഹയോട് സംസാരിക്കാനും സൗഹൃദം സ്ഥാപിക്കാനും ചെറിയൊരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ തന്റെ അഹങ്കാരം കാരണം നേഹ അവനെ മനഃപൂർവ്വം അവഗണിക്കുകയാണുണ്ടായത്. താൻ അവഗണിച്ചാൽ അഭിഷേക് തന്റെ പുറകെ വരുമെന്നും
അതോടെ തന്റെ വില കൂടുമെന്നുമായിരുന്നു നേഹ കണക്കുകൂട്ടിയത്. എന്നാൽ കാര്യങ്ങൾ നേഹ വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത്. അഭിഷേക് അവളുടെ പുറകെ വന്നില്ല. അതുമാത്രമല്ല, അവൻ ഇപ്പോൾ കാജലിനെ പോലൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ നടക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. വരാന്തയിൽ വെച്ച് അഭിഷേകും കാജലും ഒരുമിച്ച് പോകുന്നത് നേരിട്ട് കണ്ടപ്പോൾ നേഹയുടെ മുഖത്തെ പുഞ്ചിരി പാടെ മാഞ്ഞുപോയി. അവൾക്കത് വലിയൊരാഘാതമായിരുന്നു. കോളേജിലെ ഏറ്റവും മികച്ചത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കരുതിയ നേഹയ്ക്ക് അഭിഷേക് തന്നേക്കാൾ പ്രാധാന്യം കാജലിന് നൽകുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഒരേപോലെ പുകയാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ മാറ്റം അവിടെയൊന്നും അവസാനിച്ചില്ല. അടുത്ത ദിവസങ്ങളിലും അഭിഷേക് തന്റെ പെരുമാറ്റം തുടർന്നു. കാജൽ വരുന്ന സമയമാകുമ്പോൾ അവൻ കോളേജ് ഗേറ്റിന് സമീപം കാത്തുനിൽക്കും. അവൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ മുന്നോട്ട് ചെന്ന് അവളുടെ കയ്യിലെ വലിയ ബാഗ് വാങ്ങി തോളിലിടും. എന്നിട്ട് അവൾക്ക് താങ്ങായി അവളുടെ പതുക്കെയുള്ള നടത്തത്തിനൊപ്പം താളം ഒപ്പിച്ച് ക്ലാസ് മുറി വരെ നടക്കും. കാജൽ പലതവണ അവനോട് പറഞ്ഞു, അഭിഷേക്, ദയവായി ഇത് ചെയ്യരുത്. ആളുകൾ നമ്മളെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അഭിഷേക് അത് ചിരിച്ച് തള്ളുക മാത്രമാണ് ചെയ്തത്. അവൾക്ക് മറ്റുള്ളവരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടലിന് ഒരാശ്വാസമാകാൻ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും കോളേജിലെ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയായിരുന്നു. അഭിഷേകും കാജലും തമ്മിൽ പ്രണയത്തിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ കോളേജിൽ പരക്കാൻ തുടങ്ങി. ഈ സംസാരങ്ങൾ നേഹയുടെ കാതുകളിലെത്തി. അവളുള്ളിൽ അസൂയ മൂത്ത് കത്തുകയായിരുന്നു. അഭിഷേക് തന്നെ ദേഷ്യം പിടിപ്പിക്കാനും തന്റെ അഹങ്കാരത്തിന് മറുപടി നൽകാനും വേണ്ടി മാത്രമാണ് കാജലിനെ ഒരു കരുവാക്കി മാറ്റിയിരിക്കുന്നതെന്ന് നേഹ ഉറച്ചു വിശ്വസിച്ചു. കാജലിനെ പോലൊരു പെൺകുട്ടിയെ അഭിഷേകിനെ പോലൊരു പണക്കാരൻ ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കില്ലെന്ന് അവൾ കരുതി. കാജലിന് കോളേജിൽ കിട്ടുന്ന ഈ പുതിയ ശ്രദ്ധയും ബഹുമാനവും എങ്ങനെയും തകർക്കണമെന്നും അവളെ അവളുടെ യഥാർത്ഥ സ്ഥാനം മനസ്സിലാക്കി കൊടുക്കണമെന്നും നേഹ തന്റെ കൂട്ടുകാരികളോട് ചേർന്ന് തീരുമാനിച്ചു. അതിനായി അവൾ ക്രൂരമായ ഒരു ചതിക്ക് പദ്ധതിയിടാൻ തുടങ്ങി. അഭിഷേകും കാജലും തമ്മിലുള്ള സൗഹൃദം ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ ദൃഢമാവുകയായിരുന്നു. എന്നാൽ ഇത് കാണുന്തോറും നേഹയുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവും നിയന്ത്രണാതീതമായി മാറി. ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കുട്ടികളെല്ലാവരും ക്യാന്റീനിലും വരാന്തയിലുമായി ഇരിക്കുമ്പോൾ നേഹ തന്റെ വിശ്വസ്തരായ 4 കൂട്ടുകാരികളെ കൂട്ടി കാജലിനെ തിരഞ്ഞു ചെന്നു. കാജൽ പതിവ് പോലെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ ഇരിക്കുകയാണ്. നേഹയുടെ കൂട്ടുകാരികളിൽ ഒരാൾ കാജലിന്റെ അടുത്തെത്തി കോളേജിന്റെ പുറകുവശത്തുള്ള വിജനമായ തോട്ടത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആരോ വലിയൊരു ആപത്ത് കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാതെ കാജൽ തന്റെ വടിയുടെ സഹായത്തോടെ പതുക്കെ അങ്ങോട്ട് നടന്നു ചെന്നു. കാജൽ അവിടെ എത്തിയപ്പോൾ തന്നെ നേഹയും കൂട്ടരും അവളെ വളഞ്ഞു. നേഹയുടെ മുഖത്ത് വന്യമായ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. അവൾ ഒട്ടും കരുണയില്ലാതെ കാജലിനോട് നേരിട്ട് പറഞ്ഞു, നോക്ക് കാജൽ, നീ വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നും പോയി ചാടരുത്. അഭിഷേക് നിന്നോട് കാണിക്കുന്നത് സ്നേഹമാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അവൻ എന്നെ അസൂയപ്പെടുത്താനും എന്റെ അഹങ്കാരം തകർക്കാനും വേണ്ടി മാത്രമാണ് നിന്റെ പുറകെ നടക്കുന്നത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ കാജലാകെ തകർന്നു പോയി. അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു, നേഹ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നേഹ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലാകാത്ത ഭാവം നടിക്കരുത്. നീ നിന്റെ രൂപം എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഒരു കാലില്ലാതെ വടിയും കുത്തി പിച്ച വെച്ച് നടക്കുന്ന നീ എവിടെ? ഈ നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായ അഭിഷേക് എവിടെ? നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ അവൻ നിന്നെ പോലൊരു പെൺകുട്ടിയെ പ്രണയിക്കുമെന്ന്? അവൻ നിന്നെ വെറും ഒരു തമാശക്കായി ഉപയോഗിക്കുകയാണ്. നേഹയുടെ ഓരോ വാക്കുകളും മൂർച്ചയേറിയ അമ്പുകൾ പോലെ കാജലിന്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. കാജലുള്ളിൽ എപ്പോഴും ഭയപ്പെട്ടിരുന്ന, ചിന്തിക്കാൻ പോലും മടിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു നേഹ ഇപ്പോൾ പരസ്യമായി വിളിച്ചു പറയുന്നത്. ചുറ്റും നിന്ന നേഹയുടെ കൂട്ടുകാരികളും അവളെ നോക്കി പരിഹസിക്കാൻ തുടങ്ങി. കാജലിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ തന്റെ സങ്കടം ഉള്ളിലൊതുക്കി വളരെ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവനോട് എന്റെ കൂടെ വരാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്, നേഹ വളരെ ക്രൂരമായി പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് കരയേണ്ടി വരും. ഇനിയെങ്കിലും അവന്റെ പുറകെ നടന്ന് നിന്റെ വില കളയാതിരിക്കുക. നിന്നെ പോലെയുള്ളവർ ജീവിക്കേണ്ടത് ഞങ്ങളുടെ കാരുണ്യത്തിലാണ്, അല്ലാതെ ഞങ്ങളുടെ ഒപ്പമിരുന്നല്ല. ഇത്രയും പറഞ്ഞ് കാജലിനെ അവിടെയിട്ട് നേഹയും കൂട്ടരും ഉറക്കെ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അവർ പോയതിനു ശേഷം കാജൽ വളരെ നേരം അവിടെ തന്നെ നിശ്ചലയായി നിന്നു. അവളുടെ കവളിലൂടെ കണ്ണുനീർ ഒഴുകി. ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് സ്വന്തം വൈകല്യത്തോട് വലിയൊരു വെറുപ്പ് തോന്നി. കയ്യിലുണ്ടായിരുന്ന വടികൾ ഒരു വലിയ ഇരുമ്പ് ഭാരം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ദൈവം തനിക്ക് മാത്രം എന്തിനാണ് ഈ
ശിക്ഷ നൽകിയതെന്ന് ഓർത്ത് അവൾ വിതുമ്പി. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ വേദന അഭിഷേകിന്റെ സൗഹൃദം ഒരു കപട നാടകമായിരിക്കാം എന്ന ചിന്ത അവളിൽ ഉണ്ടാക്കി. അന്നത്തെ ദിവസം അവൾ ക്ലാസ്സിൽ പോയില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. ആരോടും ഒന്നും സംസാരിക്കാതെ അവൾ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. വരും ദിവസങ്ങളിൽ അഭിഷേകിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കണമെന്നും തന്റെ പഴയ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് മടങ്ങണമെന്നും അവൾ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അഭിഷേകിന്റെ പണവും പദവിയും തന്റെ ഈ സാധാരണ ജീവിതവുമായി ഒത്തുപോകില്ലെന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അവൻ കാണിക്കുന്നത് വെറും സഹതാപമോ തമാശയോ ആണെങ്കിൽ പോലും അതിലൂടെ തനിക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം ആത്മാഭിമാനമാണെന്ന് അവൾ ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കോളേജിൽ വലിയ തിരക്കായിരുന്നു. അഭിഷേക് എപ്പോഴും ചെയ്യാറുള്ളതുപോലെ കോളേജിന്റെ പ്രധാന കവാടത്തിന് സമീപം തന്റെ ബൈക്ക് പാർക്ക് ചെയ്ത് കാജലിന്റെ വരവും കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ വന്നു നിന്നു. കാജൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും അഭിഷേക് മുഖത്ത് നല്ലൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ കയ്യിലിരുന്ന കനമുള്ള ബാഗ് വാങ്ങാനായി അവൻ കൈ നീട്ടി. എന്നാൽ അഭിഷേകിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാജൽ പെട്ടെന്ന് ഒരു ചുവട് പിന്നോട്ട് മാറി. അവളുടെ മുഖത്ത് മുൻപുണ്ടാകാറുള്ള ആ എളിമയോ ശാന്തതയോ ഇല്ലായിരുന്നു. പകരം തികഞ്ഞ അപരിചിതത്വം മാത്രമായിരുന്നു. അവൾ തന്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ തണുത്തതും ഗൗരവമേറിയതുമായ സ്വരത്തിൽ പറഞ്ഞു, "വേണ്ട അഭിഷേക്, എന്റെ ബാഗ് ഞാൻ തന്നെ എടുത്തോളാം. ഇനി മുതൽ നിങ്ങൾ എന്നെ സഹായിക്കാൻ വരേണ്ടതില്ല." അഭിഷേക് ആകെ അമ്പരന്നു പോയി. അവൻ നീട്ടിയ കൈകൾ പകുതി വഴിയിൽ വെച്ച് മരവിച്ചുപോയി. അവൻ ചോദിച്ചു, "എന്തു പറ്റി കാജൽ? പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പറയാൻ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ?" കാജൽ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവൾ തന്റെ നോട്ടം താഴേക്ക് താഴ്ത്തി വടിയിൽ കൂടുതൽ ബലം നൽകി പതുക്കെ പറഞ്ഞു, "നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കണ്ട് കോളേജിലുള്ളവർ നമ്മളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. എനിക്കിനി ഒരു പരിഹാസ പാത്രമാകാൻ വയ്യ. ദയവായി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കൂ." ഇത്രയും പറഞ്ഞ് അവൾ അവനെ മറികടന്ന് പതുക്കെ മുന്നോട്ട് നടന്നുപോയി. അഭിഷേക് വരാന്തയിൽ തന്നെ നിശ്ചലനായി നിന്നുപോയി. കാജൽ പതുക്കെ നടന്നു നീങ്ങുന്നത് അവൻ നോക്കി നിന്നു. ആദ്യമായാണ് അവൾ തന്നോട് ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. മുൻപൊക്കെ അവൾക്ക് തന്നോട് ചെറിയൊരു മടിയുണ്ടായിരുന്നുവെങ്കിലും താൻ സംസാരിക്കുമ്പോൾ അവൾ മറുപടി നൽകുകയും മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ തന്റെ മുഖത്തേക്ക് നേരെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായില്ല. കാജലിന് പെട്ടെന്ന് എന്തു പറ്റി എന്ന് ചിന്തിച്ചിട്ട് അവന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ക്ലാസ് മുറിയിൽ എത്തിയ കാജൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ഏറ്റവും പിന്നിലെ ഒരു ബെഞ്ചിലാണ് പോയിരുന്നത്. അവളുടെ മുഖത്തെ വിളർച്ചയും സങ്കടവും കണ്ട് കൂട്ടുകാരി പൂജ അവളുടെ അടുത്തെത്തി ചോദിച്ചു, "എന്തു പറ്റി കാജൽ? രാവിലെ മുതൽ വല്ലാതെ വിഷമത്തിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?" കാജൽ വെറുതെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല പൂജ. എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട്, അതുകൊണ്ടാ." അന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അഭിഷേക് പലതവണ പിന്നിലേക്ക് തിരിഞ്ഞ് കാജലിനെ നോക്കാൻ ശ്രമിച്ചു. അവളുടെ ശ്രദ്ധ തിരിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം പുസ്തകത്തിലേക്ക് മാത്രം നോക്കിയിരുന്നു. ക്ലാസ് മുറിയിലെ ആ നിശബ്ദതയിലും രണ്ടുപേരുടെയും മനസ്സുകൾ കടുത്ത സംഘർഷത്തിലായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാതെ കാജൽ എന്തിനാണ് തന്നിൽ നിന്നും അകന്നു പോകുന്നതെന്ന് ഓർത്ത് അഭിഷേകിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആരോ അവളെ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടെന്നും ആ സത്യം കണ്ടെത്താതെ തനിക്ക് സമാധാനമുണ്ടാകില്ലെന്നും അവൻ ഉറപ്പിച്ചു. കോളേജ് സമയം അവസാനിച്ചിട്ടും അഭിഷേകിന്റെ മനസ്സിലെ അസ്വസ്ഥത ഒട്ടും കുറഞ്ഞിരുന്നില്ല. കാജലിന്റെ പെരുമാറ്റത്തിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റം അവനെ അത്രയധികം വേദനിപ്പിച്ചിരുന്നു. കാരണം യാതൊരു കാരണവുമില്ലാതെ ഒരാൾ ഇത്രത്തോളം മാറിപ്പോകില്ലെന്ന് അവന് നന്നായി അറിയാം. കോളേജ് ബെൽ അടിച്ചതും കുട്ടികളെല്ലാവരും ക്ലാസ് മുറികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അഭിഷേക് തന്റെ ബാഗും എടുത്ത് കൂട്ടുകാരനായ രവിയോടൊപ്പം കോളേജിന്റെ പ്രധാന കവാടത്തിന് സമീപം വന്നു നിന്നു. അവന്റെ കണ്ണുകൾ കാജലിനെ തിരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുറച്ചകലെയുള്ള വരാന്തയുടെ വശത്ത് വലിയൊരു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൂട്ടം നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് നടുവിലായി നേഹിയും അവളുടെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. അവർ വളരെ ഉച്ചത്തിൽ ചിരിക്കുകയും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചിരിക്കിടയിൽ നേഹ ഇടയ്ക്കിടയ്ക്ക് കോളേജ് ഗേറ്റിലേക്ക് നടന്നു നീങ്ങുന്ന കാജലിനെ നോക്കി പരിഹാസത്തോടെ വിരൽ ചൂണ്ടുന്നത് അഭിഷേക് നേരിട്ട് കണ്ടു. നേഹയുടെ ആ നോട്ടത്തിലും ഭാവത്തിലും വലിയൊരു ചതിയുടെ നിഴൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ അഭിഷേകിന്റെ മനസ്സിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി. കാജലിന്റെ മനസ്സ് തകർത്തതിനു പിന്നിൽ നേഹയാണെന്ന് അവൻ ഉറപ്പിച്ചു.
ഉറപ്പിച്ചു. നേഹിയുടെ അഹങ്കാരവും അസൂയയും കാരണം അവൾ കാജലിനോട് എന്തോ ക്രൂരമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അതാണ് കാജൽ തന്നിൽ നിന്നും അകന്നു മാറാൻ കാരണമെന്നും അവൻ മനസ്സിലാക്കി. ദേഷ്യം കൊണ്ട് അവന്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. എന്നാൽ ആ സമയത്ത് അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. കാരണം അത് കാജലിന് കൂടുതൽ നാണക്കേടുണ്ടാക്കുമെന്ന് അവൻ ഭയന്നു. അടുത്ത ദിവസം രാവിലെ അഭിഷേക് പതിവിലും നേരത്തെ കോളേജിലെത്തി. കാജൽ വരുന്നതിനു മുമ്പ് തന്നെ അവൻ ഗേറ്റിന് സമീപം നിലയുറപ്പിച്ചു. കുറച്ചു സമയത്തിനു ശേഷം കാജൽ ഓട്ടോയിൽ നിന്നിറങ്ങി. ഇന്നലെ രാത്രിയും അവൾ ഒട്ടും ഉറങ്ങിയിരുന്നില്ലെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. അവൾ പതിവ് പോലെ തന്റെ വടിയും കുത്തി പതുക്കെ മുന്നോട്ട് നടന്നു. ഇത്തവണയും അവൾ അഭിഷേകിന്റെ നേരക്ക് നോക്കാതെ ഒഴിഞ്ഞുമാറി പോകാനാണ് ശ്രമിച്ചത്. എന്നാൽ അഭിഷേക് അവളുടെ മുന്നിലേക്ക് കയറി നിന്ന് അവളുടെ വഴി തടഞ്ഞു. അവൻ വളരെ ഗൗരവമേറിയ സ്വരത്തിൽ പറഞ്ഞു, കാജൽ, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. കാജൽ നടപ്പ് നിർത്തിയെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കാൻ കൂട്ടാക്കിയില്ല. അവൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു നിന്നു. അഭിഷേക് വീണ്ടും ചോദിച്ചു, നിന്നോട് നേഹ എന്താണ് പറഞ്ഞത്? അവൾ നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അതുകൊണ്ടാണോ നീ എന്നോട് സംസാരിക്കാത്തത്? അഭിഷേകിന്റെ വായിൽ നിന്നും നേഹയുടെ പേര് കേട്ടതും കാജൽ ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് തന്റെ തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ സങ്കടത്തോടൊപ്പം ചെറിയൊരു ദേഷ്യവും കലർന്നിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, നേഹ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവൾ പറഞ്ഞത് തന്നെയാണ് സത്യം. നിങ്ങളെ പോലെയുള്ള വലിയ വീട്ടിലെ ആൺകുട്ടികൾ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരോടും വൈകല്യമുള്ളവരോടും ഒരിക്കലും ആത്മാർത്ഥമായ സൗഹൃദം കാണിക്കാറില്ല. നിങ്ങൾ 2 ദിവസം എന്നെ സഹായിച്ചപ്പോഴേക്കും ഈ കോളേജ് മുഴുവൻ എന്നെ പരിഹാസപാത്രമാക്കി മാറ്റി. എനിക്ക് ഇനിയും ഇത് സഹിക്കാൻ വയ്യ. കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നുപോയി. എന്നാൽ ഇത്തവണ കാജലിന്റെ വാക്കുകൾ കേട്ട അഭിഷേകിന് അവളോടൊട്ടും ദേഷ്യം തോന്നിയില്ല. പകരം അവളുടെ വാക്കുകൾക്ക് പിന്നിലുള്ള ആഴമേറിയ വേദന അവൻ തിരിച്ചറിഞ്ഞു. ലോകം അവളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പണത്തിനും ആഡംബരത്തിനും പിന്നാലെ പായുന്ന നേഹയെ പോലെയുള്ള പെൺകുട്ടികളിൽ നിന്നും എത്രയോ പവിത്രമാണ് കാജലിന്റെ മനസ്സെന്ന് അവൻ ഉറപ്പിച്ചു. കാജലിന്റെ ഈ തകർന്ന മനസ്സിന് ആശ്വാസം നൽകാനും അവൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകാനും അവനുള്ളിൽ ദൃഢനിശ്ചയം എടുത്തു. അവൻ മുൻപത്തെ പോലെ കൂട്ടുകാരോടൊപ്പം നടന്ന് സമയം കളയാറില്ലായിരുന്നു. ക്യാന്റീനിൽ പോയാലും ആരുമായും സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കും. ദൂരെ മാറി നിന്ന് കാജൽ ക്ലാസ്സിലേക്ക് പോകുന്നതും വരുന്നതും നോക്കി നിന്നു. കോളേജിലെ മറ്റു പെൺകുട്ടികൾ അവന്റെ പണത്തിനും ബൈക്കിനും സ്റ്റൈലിനും പുറകെ നടക്കുമ്പോൾ കാജൽ മാത്രം തന്നിൽ നിന്നും എത്രയോ അകലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഗുണം തന്നെയാണ് അവളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നതെന്നും തന്റെ ഹൃദയത്തോട് അടുപ്പിക്കുന്നതെന്നും അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ക്ലാസുകൾ അവസാനിച്ച സമയത്ത് അപ്രതീക്ഷിതമായി ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ശക്തമായ കാറ്റോടുകൂടി മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. മഴയുടെ ശക്തി കൂടിയതോടെ കുട്ടികളെല്ലാവരും ബാഗും തലയിൽ വെച്ച് ഓടിപ്പോയി വരാന്തയിൽ അഭയം പ്രാപിച്ചു. കാജലിന്റെ കയ്യിൽ അന്ന് കുട ഉണ്ടായിരുന്നില്ല. ഒരു കാൽ ഇല്ലാത്തതിനാൽ മഴ നനഞ്ഞ് വഴുക്കലുള്ള നിലത്തിലൂടെ നടക്കുക എന്നത് അവളെ സംബന്ധിച്ച് വലിയൊരു അപകടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വരാന്തയിലെ ഒരു ചുമരിൽ ചാരി നിന്ന് മഴയുടെ ശക്തി ഒന്ന് കുറയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടികളെല്ലാവരും ഒച്ച വെച്ചും ചിരിച്ചും മഴ ആസ്വദിക്കുമ്പോൾ കാജൽ മാത്രം തന്റെ അവസ്ഥയോർത്ത് സങ്കടത്തോടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അഭിഷേക് ശ്രദ്ധിച്ചു. അവൻ ഒട്ടും സമയം കളയാതെ തന്റെ ബാഗിൽ നിന്നും കുടയെടുത്ത് നിവർത്തി അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ ആ കുട അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. പെട്ടെന്ന് മുന്നിൽ കുടയുമായി നിൽക്കുന്ന അഭിഷേകിനെ കണ്ട് കാജൽ ഒന്ന് പരിഭ്രമിച്ചു. അവൾ പതുക്കെ പറഞ്ഞു, വേണ്ട അഭിഷേക്, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ മഴ മാറിയിട്ട് പതുക്കെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയിക്കോളാം. അഭിഷേക് അവളുടെ മുഖത്തേക്ക് നോക്കി വളരെ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, ഈ പെയ്യുന്ന മഴ കണ്ടിട്ട് പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നുന്നില്ല. മഴ മാറാൻ കാത്തുനിന്നാൽ ഇവിടെ ഇരുന്ന് നേരം ഇരുട്ടും. വരൂ, ഞാൻ നിന്നെ ഗേറ്റ് വരെ കൊണ്ടുവിടാം. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളോട് ചേർന്നു നിന്നു. മഴ കനത്തുകൊണ്ടിരുന്നതിനാലും മറ്റു വഴികൾ ഇല്ലാത്തതിനാലും ഒടുവിൽ കാജലിന് അവന്റെ കൂടെ നടക്കേണ്ടി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരൊറ്റ കുടക്കീഴിൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. കാജൽ തന്റെ വടികൾ കുത്തി പതുക്കെ നടക്കുമ്പോൾ അവൾ നനയാതിരിക്കാൻ അഭിഷേക് കുട മുഴുവനായി അവളുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു പിടിച്ചിരുന്നു. ആ യാത്രയിൽ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ചുറ്റും മഴയുടെ ശബ്ദം മാത്രമായിരുന്നു. എങ്കിലും ആ നിശബ്ദതയിൽ അവർക്കിടയിൽ വലിയൊരു ആത്മബന്ധവും സുരക്ഷിതത്വവും വളരുകയായിരുന്നു. തന്നെ പരിഹസിക്കുന്ന ഈ ലോകത്ത് തനിക്കായി കുട പിടിച്ചു തരാൻ ഒരുവനുണ്ടെന്ന ചിന്ത കാജലിന്റെ ഉള്ളിലെ ഭയം പതുക്കെ മായ്ച്ചു കളഞ്ഞു. അഭിഷേകും കാജലും ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിൽ നടന്ന സംഭവം അടുത്ത ദിവസങ്ങളിൽ കോളേജിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നു.
ഇനി മുതൽ തങ്ങളുടെ പ്രണയം ഒളിപ്പിച്ചു വെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് പലരും അത് വ്യാഖ്യാനിച്ചത്. ക്യാമ്പസിലെ ഭൂരിഭാഗം പെൺകുട്ടികളും പരസ്യമായി തന്നെ പറയാൻ തുടങ്ങി, അഭിഷേക് ശരിക്കും കാജലിനെ പ്രണയിക്കുന്നുണ്ട്, അവൻ അവളെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കൂ. ഈ സംസാരങ്ങൾ നേഹയുടെ കാതുകളിൽ എത്തിയപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. താൻ മോഹിച്ച ചെക്കനെ കൈവിട്ടു പോകുകയാണെന്ന ഭയം അവളിൽ അസൂയയും വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. അതിനിടയിലാണ് കോളേജിൽ വാർഷിക ആഘോഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത്. ക്ലാസ് മുറികളിൽ അധ്യാപകർ എത്തി കലാപരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പേരുകൾ കുറിച്ചെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കാജലിന്റെ ക്ലാസ്സിലെത്തിയ അധ്യാപകൻ പറഞ്ഞു, ഇത്തവണത്തെ വാർഷിക പരിപാടിയുടെ മുഴുവൻ സ്റ്റേജ് നിയന്ത്രണവും നമ്മുടെ ക്ലാസ്സിലെ 2 കുട്ടികളായിരിക്കണം നിർവഹിക്കേണ്ടത്. ആരുടെയൊക്കെ പേരുകളാണ് നിർദ്ദേശിക്കാനുള്ളത്? തുടക്കത്തിൽ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളും നേഹയുടെ പേരാണ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് പിന്നിലെ ബെഞ്ചിലിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സർ, കാജലിന്റെ പേരും അതിൽ ഉൾപ്പെടുത്തണം. അവൾ വളരെ മനോഹരമായി സംസാരിക്കുന്നവളാണ്, നല്ല ശബ്ദവുമാണ്. ഇത് കേട്ടതും ക്ലാസ് മുറി ഒന്നടങ്കം നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ അപ്രതീക്ഷിതമായി കാജലിലേക്ക് തിരിഞ്ഞു. വലിയൊരു ജനക്കൂട്ടത്തിനു മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം കാജലിന് ഒട്ടുമില്ലായിരുന്നു. അവൾ പരിഭ്രമത്തോടെ വേണ്ടെന്ന് പറയാൻ കൈകൾ ഉയർത്തി. എന്നാൽ ആ സമയത്ത് അഭിഷേക് എഴുന്നേറ്റ് നിന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സർ, കാജൽ ഇതിനായി തയ്യാറായാൽ ഈ കോളേജിലെ ഏറ്റവും മികച്ച ആങ്കറിംഗ് ആയിരിക്കും അവൾ കാഴ്ചവെക്കുക. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. അഭിഷേകിന്റെ വാക്കുകൾ കേട്ട അധ്യാപകൻ മറത്തൊന്നും ആലോചിക്കാതെ കാജലിന്റെ പേര് ഉറപ്പിച്ചു. ഇത് കണ്ട നേഹയുടെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തുപോയി. കാജലാകട്ടെ അഭിഷേക് എന്തിനാണ് തനിക്കായി ഇത്രയധികം മുൻകൈ എടുക്കുന്നതെന്ന് മനസ്സിലാകാതെ അമ്പരന്നുപോയി. അടുത്ത ദിവസം മുതൽ ഇരുവരും സ്റ്റേജിൽ ഇരുന്ന് ഒരുമിച്ച് സ്ക്രിപ്റ്റ് വായിക്കാനും പരിശീലിക്കാനും ആരംഭിച്ചു. മണിക്കൂറുകളോളം അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അഭിഷേകിന്റെ സാന്നിധ്യം കാജലിന് വലിയൊരു ധൈര്യമാണ് നൽകിയത്. അവൾ പതുക്കെ അവനോട് കൂടുതൽ അടുക്കാനും അവന്റെ മുന്നിൽ തമാശകൾ പറഞ്ഞ് ചിരിക്കാനും തുടങ്ങി. കാജലിന്റെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ അഭിഷേകിന് വലിയൊരു സംതൃപ്തി തോന്നിയിരുന്നു. എന്നാൽ അവരിരുവരും സ്റ്റേജിൽ സന്തോഷമായിരിക്കുന്നത് വരാന്തയിൽ നിന്ന് നോക്കിക്കണ്ട നേഹയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. കാജലിനെ തകർക്കാൻ അവൾ പുതിയൊരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. ഒരു ദിവസം പരിശീലനം കഴിഞ്ഞ് കാജലും അഭിഷേകും സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നേഹ മുൻകൂട്ടി പണം കൊടുത്ത് ഏർപ്പാടാക്കിയ ചില ആൺകുട്ടികൾ സ്റ്റേജിനു പിന്നിലിരുന്ന് വളരെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അവരിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു, വൗ, നമ്മുടെ അഭിഷേകിന് ഒടുവിൽ ഒരു പാവിയെ കിട്ടിയിരിക്കുന്നു. മറ്റവൻ പരിഹാസത്തോടെ കൂട്ടിച്ചേർത്തു, അഭിഷേകിന്റെ മനസ്സ് വളരെ വലുതാണ്. ആ പെണ്ണിനോട് സഹതാപം തോന്നിയതുകൊണ്ടല്ലേ കൂടെ കൂടിയത്. ഈ മോശം വാക്കുകൾ കേട്ടതും കാജലിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി. അവൾ കണ്ണു നിറഞ്ഞുകൊണ്ട് തന്റെ സ്ക്രിപ്റ്റ് പുസ്തകം അടച്ചുവെച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എന്നാൽ ഇത്തവണ അഭിഷേകിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഓടിച്ചെന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ കോളറിൽ കുത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇനി ഒരു വാക്ക് അവളുടെ നേരക്ക് സംസാരിച്ചാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും, അവൻ ഗർജിച്ചു. കോളേജിൽ ആദ്യമായാണ് അഭിഷേകിനെ ഇത്രയും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കുട്ടികൾ കാണുന്നത്. ഭയന്നുപോയ ആൺകുട്ടികൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അപമാനിതയായ കാജൽ അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് കോളേജിന് പുറത്തേക്ക് പോയിരുന്നു. അവളുടെ മനസ്സ് അത്രയധികം തകർന്നു പോയിരുന്നു. കോളേജ് സ്റ്റേജിൽ വെച്ചുണ്ടായ ആ ദാരുണമായ സംഭവത്തിന് ശേഷം കാജലിന്റെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. തന്നെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്ന മോശവാക്കുകൾ താങ്ങാൻ ആ പാവം പെൺകുട്ടിക്ക് കഴിയുന്നതായിരുന്നില്ല. അവൾ അടുത്ത 2 ദിവസം കോളേജിൽ വന്നതേയില്ല. കാജൽ വരാത്തതുകൊണ്ട് അഭിഷേകിന് ക്ലാസ്സിലിരിക്കാനോ മറ്റൊന്നും ചെയ്യാനോ കഴിഞ്ഞില്ല. അവളുടെ നിശബ്ദത അവനെ അത്രയധികം അസ്വസ്ഥനാക്കി. ഒടുവിൽ 3-ാം ദിവസം കാജലിനെ നേരിട്ട് കാണാൻ തന്നെ അവൻ തീരുമാനിച്ചു. തന്റെ ആഡംബര ബൈക്കും എടുത്ത് അവൻ അവൾ താമസിക്കുന്ന ഉൾഗ്രാമത്തിലേക്ക് തിരിച്ചു. നഗരത്തിലെ വലിയൊരു പണക്കാരൻ പയ്യൻ തിളങ്ങുന്ന ബൈക്കിൽ വരുന്നത് കണ്ട് ആ ചെറിയ ഗ്രാമത്തിലെ മനുഷ്യർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ചിലർ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥൻ വന്നതാണെന്ന് കരുതി. ആളുകളോട് വഴി ചോദിച്ച് ഒടുവിൽ അഭിഷേക് കാജലിന്റെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച വളരെ ചെറിയൊരു വീടായിരുന്നു അത്. അതിന്റെ ഒരു വശത്ത് അവളുടെ അച്ഛൻ നടത്തുന്ന ഒരു ചെറിയ പലചരക്ക് കടയുണ്ടായിരുന്നു. ബൈക്ക് നിർത്തി ഇറങ്ങുന്ന അഭിഷേകിനെ കണ്ട് അവളുടെ അച്ഛൻ ആകെ പരിഭ്രമിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ? വളരെ വിനയത്തോടെ അഭിഷേക് മറുപടി നൽകി, ഞാൻ കാജലിന്റെ കൂടെ പഠിക്കുന്നതാണ്, അവളെ ഒന്ന് കാണാൻ വന്നതാണ്. ഈ സമയം പുറത്ത് ബൈക്കിന്റെ ശബ്ദവും സംസാരവും കേട്ട് കാജൽ വീടിനുള്ളിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്നു. അഭിഷേകിനെ തന്റെ വീട്ടുപടിക്കൽ അച്ഛന്റെ മുന്നിൽ നേരിട്ട് കണ്ടപ്പോൾ അവൾ അമ്പരന്നു പോയി. അവളുടെ കണ്ണുകളിൽ ഭയവും അത്ഭുതവും ഒരേപോലെ നിറഞ്ഞു. അവൾ വേഗത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ദയവായി ഇവിടെ നിന്ന് പോകൂ. എന്നാൽ അവളുടെ അച്ഛൻ അഭിഷേകിനോട് മാന്യമായി പെരുമാറി. മോനെ, ഉള്ളിലേക്ക് വന്നിരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അഭിഷേക് പുഞ്ചിരിച്ചു
ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല അങ്കിൾ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. കാജൽ കഴിഞ്ഞ 2 ദിവസമായി കോളേജിൽ വരാത്തതുകൊണ്ട് അന്വേഷിക്കാൻ വന്നതാണ്. നാളെ മുതൽ അവൾ കൃത്യമായി കോളേജിൽ വരുമല്ലോ അല്ലേ? അഭിഷേകിന്റെ ആ ചോദ്യത്തിനു മുന്നിൽ കാജലിന് മറുപടി ഉണ്ടായിരുന്നില്ല. കോളേജിൽ വെച്ച് തന്നെ അപമാനിച്ചവർക്കെതിരെ അഭിഷേക് പ്രതികരിച്ചതും ഇപ്പോൾ തന്നെ തിരഞ്ഞ് ഇത്രയും ദൂരമുള്ള ഗ്രാമത്തിൽ വന്നതും അവളുടെ മനസ്സിലെ മുൻവിധികളെല്ലാം മാറ്റിമറിച്ചു. ആദ്യമായി അവളുടെ കണ്ണുകളിൽ അഭിഷേകിനോടുള്ള വലിയൊരു വിശ്വാസവും ബഹുമാനവും പ്രകടമായി. അടുത്ത ദിവസം കാജൽ വീണ്ടും കോളേജിലെത്തി. ഇത്തവണ അവളുടെ മുഖത്ത് പഴയ ഭയമായിരുന്നില്ല, മറിച്ച് അഭിഷേക് നൽകിയ വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. കോളേജ് വാർഷിക പരിപാടിയുടെ ദിവസം വന്നെത്തി. മനോഹരമായ ഒരു റോസ് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് തലമുടി ഒതുക്കിവെച്ച് അതീവ സുന്ദരിയായാണ് കാജൽ അന്ന് കോളേജിൽ എത്തിയത്. പരിപാടി ആരംഭിച്ച് കാജലിന്റെ കൈകളിലേക്ക് ആദ്യമായി ആങ്കറിങ്ങിനുള്ള മൈക്ക് നൽകിയപ്പോൾ ഹാൾ ഒന്നടങ്കം നിശബ്ദമായി. തുടക്കത്തിൽ അവളുടെ ശബ്ദം ചെറുതായി വിറച്ചെങ്കിലും സ്റ്റേജിന്റെ പിന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അഭിഷേകിനെ കണ്ടപ്പോൾ അവൾക്ക് ധൈര്യം ഇരട്ടിച്ചു. പിന്നീട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ അത്ഭുതപ്പെട്ടു പോയി. പരിപാടി അവസാനിച്ചപ്പോൾ ഹാൾ മുഴുവൻ കൈയടികളാൽ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി കോളേജിലെ മനുഷ്യർ കാജലിനെ സഹതാപത്തോടെയല്ല, തികഞ്ഞ ബഹുമാനത്തോടെയാണ് നോക്കിക്കണ്ടത്.